എൻ്റെ പേര് മരിയ റോസമി. ഞാൻ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ 15-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും 2018-19 ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ ഗോയിത്ത B2 ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യുകയാണ്. അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ പരീക്ഷകൾ എഴുതി. അമ്മയുടെ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയപ്പോൾ അമ്മയുടെ കാശുരൂപം മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ സ്പീക്കിംഗ് സ്പ്രഹനൊക്കെ ചെയ്തത്. അന്ന് എൻ്റെ പാർട്ട്ണറിന് പോലും പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഒരു ടോപ്പിക്ക് പോലും മനസ്സിലായില്ല. പക്ഷേ അന്ന് ഒരു ചെറിയൊരു ആളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളൊരു വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ആ ടോപ്പിക്ക് ഫുള്ള് മനസ്സിലായി. സ്പോട്ടിൽ എനിക്ക് ഒന്നും കീ പോയിൻറ്റ്സ് എഴുതി പോലും വെക്കാണ്ട് പറയാൻ സാധിച്ചു. അവർ ചോദിച്ച ചോദ്യത്തിന് നന്നായിട്ട് ഉത്തരം പറയാൻ സാധിച്ചു. അന്ന് നമ്മുടെ കാശുരൂപം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ പറയാൻ സാധിച്ചത്. പിന്നെ ഞാൻ ലിസണിങ്ങും ഹിയറിങ്ങും ഞാൻ പാസ്സായി. ഇതേപോലെ തന്നെ അമ്മയുടെ കാശുരൂപം പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ രണ്ടും എഴുതിയത്. അങ്ങനെ അതിനൊപ്പം ഞാൻ റൈറ്റിങ്ങും എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ റൈറ്റിങ്ങിന് പാസ്സായില്ല. എന്നെക്കൊണ്ട് പറ്റാവുന്നതിലധികം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്ത് പരീക്ഷ പാസ്സാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അത്രയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ അമ്മ ഇനി എന്ത് ചെയ്യും, കാരണം ഇനിയും ഇതന്നെ പഠിച്ചിട്ടും ഇതന്നെ എഴുതിയാലും ഞാൻ പാസ്സാവൂലേ. അങ്ങനെയാണ് ഏപ്രിൽ ഞാനിവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. എനിക്ക് മെയ് 28-ാം തീയതിയാണ് പരീക്ഷ. ഞാനങ്ങനെ ഏപ്രിൽ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞു എൻ്റെ അമ്മനോട്, ഒരു ആൻറ്റി കുട്ടി എങ്ങാണ്ടും പറഞ്ഞു അമ്മനോട്, അടുത്ത മാസം അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കും, ഹോൾ ടിക്കറ്റായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 13-ാം തീയതി ഞങ്ങളിവിടെ വരികയാണ്. പരീക്ഷയ്ക്ക് കുറച്ച് മുന്നേ വന്ന് അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് ഒരു ചെറിയൊരു രൂപവും മാതാവിൻ്റെ എൻ്റെ കയ്യിലോട്ട് തരാണ്. അങ്ങനെ ഞാൻ ഈ കാശുരൂപവും ആ ചെറിയൊരു മാതാവിൻ്റെ രൂപം വെച്ചിട്ട് ഡൽഹിയിലായിരുന്നു എനിക്ക് പരീക്ഷ. ഞാൻ ഷ്രൈബൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. നോർമലി എനിക്ക് പരീക്ഷയുടെ അറ്റപ്പറ്റം തീരാൻ ഒരു 5 മിനിറ്റ് മുന്നെയാണ് പരീക്ഷ തീരുക. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ എടുക്കും. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ അന്നത്തെ പരീക്ഷയിൽ എനിക്ക് 1/2 മണിക്കൂർ കൊണ്ട് റൈറ്റിംഗ് പരീക്ഷ ഞാൻ എഴുതി തീർത്തു. എങ്ങനെ എഴുതി തീർന്നു എനിക്കറിയില്ല. പക്ഷേ അന്ന് ചില വാക്കുകളൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട്. അതിൻ്റെ പകരം വേറെ ഏതോ പുതിയ വാക്കുകൾ എനിക്ക് തന്നെ കിട്ടുന്നില്ല. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. പരീക്ഷ ഹാളിൽ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ അർത്ഥമുള്ള വാക്കുകൾ നല്ല B2 ലെവലാണെങ്കിൽ C1 ലെവലുള്ള വാക്ക് വരെ ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. എല്ലാം അമ്മയുടെ സഹായം കൂടി തന്നെയാണ്. ഞാൻ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ അമ്മയുടെ ഉപ്പും ഞാൻ കുറച്ച് പോക്കറ്റിലോട്ട് ഇട്ടായിരുന്നു. എന്നിട്ട് ആ ഇരിക്കുന്ന കസേരയിലും ടേബിളിലും ഫുള്ള് ഉപ്പിട്ടിട്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്, പൂർണ്ണ വിശ്വാസത്തോടെ. പുറത്തിറങ്ങിയിട്ട് ഞാൻ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞത്, അമ്മ ഞാൻ പരീക്ഷ പാസ്സാകും, എങ്ങനെ വന്നാലും പരീക്ഷ പാസ്സാവും. എൻ്റെ അമ്മൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. ഞാൻ ആര് വെച്ചാലും ഞാൻ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പരീക്ഷ ഞാൻ പാസ്സാവും. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേച്ചത്. അങ്ങനെ 2 മാസം ജൂൺ അവസാനമായപ്പോഴാണ് റിസൾട്ട് വന്നത്. വളരെ ലേറ്റായിട്ടാണ് റിസൾട്ട് വന്നത്. ഞാനങ്ങനെ റൈറ്റിങ്ങും പാസ്സായി, B2 ഫുള്ള് പാസ്സാവാണ്. B2 ഫുള്ള് പാസ്സായതിന് ശേഷം പിന്നെ പോകാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ജൂലൈയിൽ റിസൾട്ട് വന്ന ഒരാളാണ്. പക്ഷെ പോകാനായിട്ട് കുറേ പൈസ വേണം. 7 ലക്ഷം 8 ലക്ഷം അതൊന്നും വീട്ടിൽ താങ്ങൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ കസിൻ ഒരു നമ്പർ തന്നു, ജർമ്മനിലുള്ളൊരു ആൻറ്റിയുടെ അങ്കിളുടെ. അവർ കുറച്ച് ഹോസ്പിറ്റലുകളുടെ ഡീറ്റെയിൽസ് തരും. ഞാനതിൽ മെയിൽ അയക്കും. അവരെനിക്ക് റിപ്ലൈ തരുമെന്ന് വെച്ച് നോക്കിയിരിക്കും. അങ്ങനെ 2 മാസം പോയി. എനിക്ക് എവിടെയും ഹോസ്പിറ്റലിൽ നിന്ന് റിപ്ലൈയോ ഒന്നും വന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടി വരായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ സ്ഥലത്ത് തന്നെ ഞാൻ ജർമ്മൻ പഠിപ്പിക്കാൻ കയറുകയാണ്. അതിനിടയ്ക്ക് ഒക്ടോബറിൽ എൻ്റെ പപ്പയും അമ്മയും കൂടെ ജപമാല റാലിക്ക് പോവുകയാണ്. തിരിച്ചു വന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞത്, നിനക്ക് എന്തായാലും നിനക്ക് പോകാൻ പറ്റും, നീ പോകും, അമ്മ മാതാവ് പറഞ്ഞു കഴിഞ്ഞു നീ പോകും എന്നോട് പറയുകയാണ്. അതിനിടയ്ക്ക് ഈ ഫാമിലി തന്നെ എനിക്കൊരു അച്ഛൻ പരിചയപ്പെടുത്തിയായിരുന്നു ജർമ്മനിയിലെ. അപ്പോൾ അച്ഛൻ എന്നോട് ഒരു മെസ്സേജ് അടിച്ചിട്ട് പറഞ്ഞു, ഇത് എടുക്കുക, നീ ഇത് വെച്ചിട്ട് ഒരു ഇൻവിറ്റേഷനാണ്, ഇൻ്റർവ്യൂ ഇൻവിറ്റേഷനാണ്. നാട്ടിൽ 3 ജർമ്മൻസ് സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൽ വരും, എടപ്പള്ളി ടോളിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു, നീ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പോവുക, കാരണം 100-ലധികം പിള്ളേരുണ്ട്, അതിൽ വിരലെണ്ണാവുന്നവരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന പിള്ളേരും പഴയ എൻ്റെ ഒപ്പം പഠിച്ച പിള്ളേരും അങ്ങനെ കുറേ പേര്, ഞാൻ നോക്കിയപ്പോൾ 200-ലധികം പിള്ളേരുണ്ട് ഇൻ്റർവ്യൂക്ക്. ഞാൻ വിചാരിച്ച് എക്സ്പീരിയൻസിന് വേണ്ടി പോവുക, ആദ്യം പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എക്സ്പീരിയൻസ് എങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂക്ക് പോണേ.
ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ ഞാനവിടെ ചെല്ലുന്നു, കാശ് രൂപം കയ്യിലുണ്ട്. ഞാനങ്ങനെ 3 പേരുടെ മുമ്പിലിരിക്കുകയാണ്, 3 ജർമ്മൻസാണ്. ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല അവർ ചോദിച്ചത്, പകരം വേറെ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ഇൻ്റർവ്യൂക്ക് ഏകദേശം 200-ലധികം പിള്ളേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കയറുന്നു, 3 പേരുടെ മുന്നിലും ഒരു കുഴപ്പമില്ലാതെ ഞാൻ നന്നാണ് സംസാരിക്കുന്നു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് എൻ്റെ ഡൗട്ടുകളുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഫുള്ള് ചോദിക്കുന്നു. അമ്മ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, ഇതും എനിക്ക് കിട്ടും, കാരണം ഞാൻ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നോർമലി സംസാരിക്കണ പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ച ആ ഒരു ഇതിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഡിസംബർ അവസാനമൊക്കെ ആയപ്പോൾ എനിക്കൊരു മെയിൽ വരാണ്. എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പിള്ളേർ വരെ ആ ഒരു ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചുങ്ങൾ പ്രിപ്പറേഷൻ, അവസാനത്തെ എക്സാം, ലാസ്റ്റ് ലെവൽ എക്സാം പ്രിപ്പറേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്കൊക്കെ റിജക്ഷൻ എന്ന് പറഞ്ഞ മെയിൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇനി എനിക്ക് എന്തായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും കിട്ടും, കാരണം ഞാൻ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒപ്പം മാതാവ് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ നെഞ്ചത്ത് ഞാൻ കുത്തി വെച്ചെങ്ങനെയായിരുന്നു കാശ് രൂപം, അതേപോലെ ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനങ്ങനെ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് പാസ്സായി. ആ സമയത്ത് എൻ്റെ അമ്മ വേറൊരു ഏജൻസിക്ക് 50,000 രൂപ കൊടുക്കാൻ പോണായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ കൊടുക്കണ്ട, കാരണം എനിക്ക് ഈ ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ എനിക്ക് അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ പാസ്സായതിന് ശേഷം പിന്നെ ഞങ്ങളൊരു എത്ര പേരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ 200 പേരിൽ ആകെ 7 പേർക്കാണ് സെലക്ഷൻ കിട്ടിയേക്കണം. ആ 7 പേരിൽ ഞാനും ഉണ്ടായിരുന്നു. പിന്നീട് അവർ കോൺട്രാക്റ്റുകൾ അയക്കാൻ തുടങ്ങി. കോൺട്രാക്റ്റുകൾ അയച്ചപ്പോൾ 2 പേര് അതിനകത്തുനിന്ന് സ്വയമേ ഒഴിഞ്ഞു പോയി. പിന്നെ 5 പേര് മാത്രമായി. ഞങ്ങൾ 5 പേര്. ഈ 5 പേരിൽ എനിക്കാണ് ഏറ്റവും അവസാനം കോൺട്രാക്റ്റ് വന്നത്. ഞാൻ ആദ്യം പേശി ദൈവം എന്താ വരാത്തതെന്ന് വെച്ച് ടെൻഷൻ അടിച്ച് മാതാവിനെ പിടിച്ചുകൊണ്ടിരുന്നേച്ച്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് വന്നു. കോൺട്രാക്റ്റ് വന്ന് സൈൻ ചെയ്ത്, നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ സൈൻ ചെയ്ത് ജർമ്മനിയിലോട്ട് അയക്കണം. പിന്നീട് അവിടെ നിന്ന് അവർ സൈൻ ചെയ്ത് വേറെ സ്ഥലത്തോട്ട് അയക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് മുന്നേ തന്നെ ഞാൻ VFS വിസയ്ക്ക് വേണ്ടി ഡേറ്റ് എടുത്തു. ഞാൻ വിചാരിച്ചത് ഈ ഡേറ്റ് എടുത്താലേ എനിക്ക് ഏപ്രിൽ 1-ാം തീയതിയാണ് ക്ലാസ്. ഡേറ്റ് എടുത്താലേ ഈ ഫെബ്രുവരി 26 ഡേറ്റ് എടുത്താലേ എനിക്ക് എന്തായാലും ഏപ്രിൽ 1-ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കോൺട്രാക്റ്റ് വന്നേക്ക് മുന്നേ തന്നെ ഡേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ഞാൻ അവർക്ക് അയക്കാണ്. പക്ഷേ അവർക്ക് അയച്ചിട്ട് എനിക്കൊരു റിപ്ലൈ ഇല്ല. അവർക്ക് കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ ഒരു റിപ്ലൈയും ഇല്ല. എൻ്റെ ഫ്രണ്ടിന് ഒരാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ റിപ്ലൈ വന്നു, വേറെ ആളുടെ റിപ്ലൈ എന്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്കൊരു മെയിലും ഇല്ല. അവസാനം ഞാൻ അവർക്ക് മെയിൽ അയച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അവർ സൈൻ ചെയ്തിട്ടുണ്ട്, അവർ മെയിൻ ഓഫീസിലേക്ക് മെയിൽ അയച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനം ഇനി എനിക്ക് VFSൽ പോകാൻ 4 ദിവസം കൂടെ ഉള്ളൂ. 4 ദിവസമായിട്ടും എനിക്ക് മെയിൽ വന്നിട്ടില്ല. ഞാൻ അവസാനം ഒന്നും കൂടെ മെയിൽ അയച്ച്, എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് വന്നിട്ടില്ല, എനിക്ക് VFSൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ മെയിൽ അയച്ചപ്പോഴേക്കും അവർ പറഞ്ഞ് അവർ മെയിൻ ഓഫീസിലോട്ട് അയച്ചിട്ടുണ്ട്, മെയിൻ ഓഫീസിൽ ആൾക്ക് കിട്ടിയിട്ടില്ല, അവിടെ എന്തോ ഇലക്ഷൻ നല്ല നടക്കുകയാണ്, ലേറ്റ് ആവും. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി VFS എക്സ്റ്റെൻഡ് ചെയ്യാൻ ഡേറ്റ് നോക്കിയപ്പോൾ ഡേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇനി പോയോ, ഇനി എനിക്ക് ഏപ്രിൽ 1-ന് പോകാൻ പറ്റില്ലേ, ഇനിയും ഞാൻ എത്ര മാസം വെയിറ്റ് ചെയ്യണം, 6-7 മാസം വെയിറ്റ് ചെയ്യല്ല, മാതാവേ എന്ന് പറഞ്ഞ് വിളിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പക്ഷേ ആ ടൈമിൽ മാതാവ് എനിക്ക് ടെൻഷൻ അടിക്കാൻ തന്നിട്ടില്ല. അപ്പം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ, നോർക്ക എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഫ്രീ ആയിട്ടുള്ള തന്നെ, ഇത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഏജൻസി അല്ല, ഞങ്ങൾക്ക് മടത്തിൽ നിന്നുണ്ടായിരുന്നൊരു ഫ്രീ ആയിട്ട് കൊണ്ടുപോകലായിരുന്നു. ഈ പൈസ മേടിച്ചിട്ടാണ് ഞാൻ സ്വയം അയച്ചത്. മാതാവ് എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നു, പൈസ ഒന്നും കൊടുക്കേണ്ട അവർക്ക്. ജസ്റ്റ് ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്താൽ മതി, അതൊഴിച്ച് ഒരു പൈസയും എനിക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണ് ഇത് പോയിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതൊരു തടസ്സം വന്നത്. ഞാനപ്പോൾ മാതാവിന് എനിക്ക് വിശ്വാസമുണ്ട് തരും, എന്നാലും വെയിറ്റ് ചെയ്യണോ, ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നോർക്കയിലോട്ടും പോവുകയാണ്. നോർക്കയിലോട്ട് ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ വെള്ളിയാഴ്ചയാണ് പോണത്. അപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി, ഞാൻ തിരുവനന്തപുരത്തോട്ട് പോയി നോർക്കയിലെ അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ സബ്മിറ്റ് ചെയ്ത് അന്ന് വൈകിട്ട് എൻ്റെ അമ്മ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വൈകിട്ട് വീട്ടിലോട്ട് വന്ന് കയറി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ കോൺട്രാക്റ്റ് വന്നിട്ടില്ല, ഞാൻ തിരുവനന്തപുരത്ത് നോർക്കയുടെ ഓഫീസിൽ നിൽക്കുകയാണ്, എൻ്റെ കോൺട്രാക്റ്റ് വന്നിട്ടില്ല അമ്മയെന്ന് തന്നെ പറഞ്ഞു. ഒരു 5 മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കോൺട്രാക്റ്റ് വന്നു. ഞങ്ങളിൽ 5 പേരിൽ എനിക്ക് മാത്രമാണ് കറക്റ്റായിട്ട് കോൺട്രാക്റ്റ് കിട്ടിയത്, വേറൊരാൾക്കും കോൺട്രാക്റ്റ് കിട്ടുന്നില്ല. ഈ 7 പേരിലും ഏപ്രിൽ 1-ാം തീയതി ഞാൻ മാത്രമാണ് ജർമ്മനിലോട്ട് ചെല്ലുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ കോൺട്രാക്റ്റിലെ പേരിൽ മിസ്റ്റേക്ക്, കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് അവിടെ എത്തിയിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാതാവ് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ വന്നത്. അങ്ങനെ ഒരിക്കലും അങ്ങനെ വരില്ല. കാരണം
ടെൻഷൻ അടിച്ച് നിന്നപ്പോൾ ഞാൻ ആ ടൈമിൽ മാതാവേന്ന് വിളിച്ചിട്ടുള്ളൂ. എൻ്റെ അമ്മ അപ്പം തന്നെ ഓടി കൃപാസനത്തിലോട്ട് വരും. ഈ വന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് അമ്മ എപ്പോഴും ഓടി കൃപാസനത്തിലോട്ട് വരും. അങ്ങനെ ഞാൻ ഫെബ്രുവരി 26 എനിക്ക് 3 ദിവസം കൊണ്ട് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റും അറേഞ്ച് ചെയ്ത് ഞാൻ VFSൽ പോവുകയാണ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജനറൽ കോൺസുലേറ്റ് ജർമ്മൻ എന്നുള്ളൊരു മെയിൽ വരാണ്. ഈ ഒരു കോൺട്രാക്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ വേഗം സബ്മിറ്റ് ചെയ്യുക. ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഇത് റിജക്ഷൻ ആവും, കാരണം ഒരു കോൺട്രാക്റ്റ് ഒരു സർട്ടിഫിക്കറ്റിൽ അവിടെ എത്തിയിട്ടില്ല. പിന്നെയും ടെൻഷനായി. ഞാൻ അപ്പം തന്നെ ജർമ്മനിലോട്ട് വേഗം മെയിൽ അയച്ച് മാതാവിനെ പിടിച്ചിട്ടാണ് ഞാൻ മെയിൽ അയച്ചത്. മാതാവ് വേഗം അയക്കണേ, കാരണം അവിടെ ഇപ്പോൾ രാവിലെ 9 മണിയായിട്ടുള്ളൂ, ഇവിടെ വൈകിട്ട് 3 മണിയായി. ഇനി എപ്പോഴാണ് ഞാൻ സബ്മിറ്റ് ചെയ്യുക? ഇന്ന് വൈകിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണ്ടേ? വൈകിട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ റിജക്ഷൻ ആയാലോ എന്ന് പേടിച്ച് മാതാവിനെ പിടിച്ച് ഞാൻ അവർക്ക് മെയിൽ അയക്കുകയാണ്. അന്ന് വൈകിട്ട് തന്നെ 4 മണിക്ക് എനിക്ക് അവരുടെ നിന്ന് എനിക്ക് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ലഭിച്ചു. അപ്പോൾ തന്നെ 5 മണിയായപ്പോഴേക്കും ഞാൻ ജർമ്മൻ കോൺസുലേറ്റ് അയച്ചു. അതിനുശേഷം ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ എൻ്റെ വിസ വന്നു. എനിക്ക് മാർച്ച് 31 മുതൽ ജർമ്മനിയിലോട്ട് പോവാം. ഏപ്രിൽ 1 മുതലാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അതേപോലെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാൻ ഈ പരീക്ഷ എഴുതുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഞാൻ പേപ്പറുകൾ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു. അമ്മയുടെ ഒപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് കടകളിൽ ചേച്ചിമാരൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ചേച്ചിമാരെ അനുഗ്രഹങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ അമ്മയോട് പുറത്തിറങ്ങി പറയും, അമ്മ ഞാൻ ഇനി പോവാന്ന് നിർത്തും, ഞാൻ ഈ ചേച്ചിമാർക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞ ചേച്ചിമാർക്ക് എന്നെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവരുടെ കയ്യിലൂടെ ഞാൻ പത്രം കൊടുക്കും. അതുപോലെ ഞാൻ ആശുപത്രികളിൽ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബൈബിൾ ഞാൻ ആദ്യം ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ മടി പോലെ ആയിരുന്നു ആദ്യം, 5 മിനിറ്റ് 10 മിനിറ്റ് പിന്നെ അരമണിക്കൂറായി. പക്ഷേ അതൊരു കടമ തീർക്കൽ പോലെയായിരുന്നു. പിന്നീട് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ബൈബിൾ വാങ്ങിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം 4 മണിക്കൂർ അങ്ങനെ ഇരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് സാലറി കിട്ടുമ്പോൾ ആ കിട്ടുന്ന പൈസയിൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും കുറച്ചാൾക്ക് മുന്നേ 2018-19 ഒരു ഉടമ്പടി ഇവിടെ ചെയ്തായിരുന്നു. അതിന് മുന്നേ ആ ടൈമിൽ എൻ്റെ അപ്പന് ഹാർട്ട് ബ്ലോക്കായിട്ട് കമ്പനിയിലൊന്നും പോകാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. ആ ടൈമിൽ വീട് 33 ലക്ഷം കടത്തിൽ നിൽക്കുകയാണ്. 1 വർഷമായിട്ടുള്ള ലോണാണ്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പൻ വയ്യാതെ നിൽക്കണോണ്ട് വേറൊരു ജോലി വീട്ടിലില്ല. അമ്മ കേക്ക് ഉണ്ടാക്കുമെങ്കിലും അത്ര അധികമില്ല. അതുകൊണ്ട് ലോൺ കെട്ടി തീരില്ല എന്ന് നിൽക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ 2018 ഉടമ്പടി എടുക്കുകയാണ്. അതിന് ശേഷം ഞങ്ങൾക്ക് വരുന്നത് ഒരു കോള് പപ്പയ്ക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ വീടിൻ്റെ കടം ഫുള്ള് കിട്ടിക്കഴിഞ്ഞു, നിങ്ങൾ ഞാൻ അടക്കണ്ടെന്ന് പറഞ്ഞൊരു കോള് വരികയാണ്. എങ്ങനെ കെട്ടിയെന്ന് ആദ്യം അമ്മയ്ക്കും അപ്പനും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. ഇത്രയും പൈസ എങ്ങനെ കെട്ടി അറിയില്ലാത്ത രീതിയിൽ നിൽക്കണമായിരുന്നു. അപ്പം മമ്മി പറഞ്ഞു, അമ്മയുടെ അമ്മ പറഞ്ഞേ മാതാവുണ്ട് എന്ന് പറഞ്ഞ് അമ്മ നോക്കുമ്പോൾ പപ്പ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇൻഷുറൻസ് എടുത്തായിരുന്നു, ലൈഫ് ഇൻഷുറൻസ്. പക്ഷേ അതിനകത്ത് ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ 33 ലക്ഷം രൂപ കെട്ടി പോവാണ്. പിന്നീട് അമ്മ 2019 എടുക്കുകയാണ്, ഉടമ്പടി എടുക്കുകയാണ്. അമ്മക്ക് ആ സമയത്ത് സ്ഥിര വരുമാനമില്ല വീട്ടിൽ. അമ്മക്കൊരു ചെറിയ കേക്ക് ഉണ്ടാകും. ആ കേക്കിൻ്റെ ഉള്ളിലാണ് എന്നെ പഠിപ്പിക്കലും എൻ്റെ അനിയൻ ബേവനെ പഠിപ്പിക്കലും എൻ്റെ പപ്പേനെ എല്ലാവരും ഒരുമിച്ച് കൊടുക്കുന്നത്, കാരണം പപ്പയ്ക്ക് പാടില്ല. അങ്ങനെ അമ്മ ഇവിടെ വന്ന് എടുക്കുകയും പിന്നീട് അമ്മയ്ക്ക് നല്ലോണം ഒരു മാസം നല്ല സാലറി പോലെ പൈസ വരാൻ തുടങ്ങി ബാങ്കിലോട്ട്. ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ പറ്റി. മാതാവിൻ്റെ സഹായത്തോടു കൂടെയുള്ള മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. പരിശുദ്ധ അമ്മയ്ക്കും പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം ഞാൻ പറഞ്ഞ പോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ചെല്ലും, അല്ലാതെ അതിലധികം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിനോട് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിസ എനിക്ക് മുന്നേ 100 കൊന്ത ചെല്ലും. അതേപോലെ ഞാൻ അങ്ങനെ കൊന്തകളെല്ലാം തുടങ്ങി. സങ്കീർത്തനം 101 അധ്യായം പറ്റാവുന്ന അടുത്തോളം 10 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം 5 പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. പണ്ടത്തെ പോലെയല്ല, വളരെയധികം വിശ്വാസം എനിക്ക് വർദ്ധിച്ചു. പിന്നെ ഫ്രണ്ട്സുകൾക്ക് എൻ്റെ ഫ്രണ്ട്സ് ചിലർ പറയും ഞങ്ങൾ വിടുന്നില്ല. അപ്പം ഞാൻ പറയണത്, എടാ നീ എങ്ങനെയെങ്കിലും വരാൻ ശ്രമിക്കുക, കാരണം ഞാൻ പാസ്സായെങ്കിൽ നിങ്ങളും പാസ്സാവും. അതുപോലെ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റിയത് ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് പാസ്സാവില്ല. ആ ഒരു സ്ക്രൈബൻ ഒരു റൈറ്റിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ വെച്ചിട്ട് 3 വർഷം വരെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. 6-7 പ്രാവശ്യം എഴുതിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 2ാമത്തെ പ്രാവശ്യം ഇത് ഒറ്റയടിക്ക് എനിക്ക് പരീക്ഷ കിട്ടിയത്. ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടാതിരിക്കില്ല, നിങ്ങളിവിടെ വാ. ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ കയറുമ്പോഴും ഇപ്പോൾ ലാസ്റ്റ് ലെവലെത്തുന്ന പിള്ളേരോട് ഞാൻ പറയും, പിള്ളേരെ ഇവിടെ വന്ന് നോക്കട്ടെ, കാരണം എനിക്ക് കിട്ടിയത് മാതാവിനോട് മാത്രമാണ്. ഞാൻ അങ്ങനെ ഈ പിള്ളേർക്ക് പേപ്പറുകളും ഞാൻ കൊടുക്കാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദേവമാതാവിനും നന്ദികൾ.